Dear students, welcome to Learner's World. In this video, I'm going to talk about the Ivory Throne Chronicles of the House of Travancore by Manuel Spille, MDC BA Languages, 3rd semester, Calcutta University. Summary of the Ivory Throne Chronicles of the House of Travancore. This excerpt is about the history and culture of Kerala, specifically focusing on Travancore royal dynasty and the role of key figures and communities. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് കേരള ഹിസ്റ്ററി, അതുപോലെ കേരള കൾച്ചർ, പ്രത്യേകിച്ച് ട്രാവൻകൂറിൻ്റെ ഹിസ്റ്ററി, അവിടെയുള്ള മാർത്താണ്ഡവർമ്മയുടെ ലൈഫ് സ്റ്റോറിയൊക്കെയാണ് അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദ ബുക്ക് ഈസ് റിട്ടൺ ബൈ മനുസ് പിള്ള, എ പോപ്പുലർ ഇന്ത്യൻ റൈറ്റർ ആൻഡ് ഹിസ്റ്റോറിയൻ. അപ്പോൾ ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് മനുസ് പിള്ളയാണ്. അദ്ദേഹം പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യൻ റൈറ്ററാണ്, ഹിസ്റ്റോറിയനാണ്. ദ ബുക്ക് ഈസ് പ്രസൻറ്റഡ് ആസ് എ ഫാസിനേറ്റിംഗ് സ്റ്റോറി ദാറ്റ് ക്രോണിക്കിൾസ് ദ റൈസ് ഓഫ് മാർത്താണ്ഡവർമ്മ, ഹിസ് മിലിറ്ററി ക്യാമ്പയിൻസ് ആൻഡ് ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഡ്രാമ ഓഫ് ദ ടൈം ലീഡിങ് അപ്പ് ടു ദ എൻഡ് ഓഫ് ദ മൊണാർക്കി. അപ്പോൾ ഈ ഒരു ബുക്കിൽ പ്രധാനമായിട്ടും തിരുവിതാംകൂർ എന്ന ശക്തമായിട്ടുള്ള രാജ്യത്തെയും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ആ സമയത്തുണ്ടായിരുന്ന മിലിറ്ററി ക്യാമ്പയിൻസ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഡ്രാമ, അതൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. The main focus is on the powerful kingdom of Travancore and its most significant ruler of Marthandavarma, who reigned in the 18th century. അപ്പോൾ ഇതിൽ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ട്രാവൻകൂർ എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള രാജ്യത്തെയും 18ാം നൂറ്റാണ്ടിൽ ആ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയായിട്ടുള്ള മാർത്താണ്ഡവർമ്മയെയും കുറിച്ചാണ് ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ബുക്കിൽ. ട്രാവൻകൂർ വാസ് ഇനീഷ്യലി എ വീക്ക് സ്റ്റേറ്റ്, ഓഫൺ ത്രീറ്റൻഡ് ബൈ ഇറ്റ്സ് റൈവൽസ് ലൈക്ക് ദ കൂപ്പക ഡിനാസ്റ്റി ആൻഡ് ഫോറിൻ പവേഴ്സ് ലൈക്ക് ദ ഡച്ച്. ട്രാവൻകൂർ എന്ന് പറയുന്നത്, തിരുവിതാംകൂർ എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു വീക്കായിട്ടുള്ള, ദുർബലമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. പലപ്പോഴും എതിരാളികളിൽ നിന്ന്, അതായത് കൂബക രാജവംശം പോലുള്ള വിദേശ ശക്തികളിൽ നിന്ന്, അതായത് ഡച്ചുകാർ ഒക്കെ പോലുള്ള ശക്തികളിൽ നിന്നൊക്കെ ഭീഷണി നേരിട്ടിരുന്നു എന്നാണ് പറയുന്നത്. Marthandavarma came to power in 1729 and was a brilliant, ambitious and ruthless ruler. മാർത്താണ്ഡവർമ്മ 1729 അധികാരത്തിലേറുന്നത്. അദ്ദേഹം വളരെ മിടുക്കനും അതുപോലെ അതിമോഹിയും നിഷ്കരണം കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഭരണാധികാരിയുമായിരുന്നു. He had to face internal opposition from the nobles, Pillamar and Madambiar, and his own relatives who questioned his right to the throne. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഒരുപാട് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ഭരണത്തെ ചോദ്യം ചെയ്ത നാടുവാഴികളിൽ പിള്ളമാർ, മാടമ്പിമാർ, അതുപോലെ സ്വന്തം റിലേറ്റീവ്സ്, ബന്ധുക്കളിൽ നിന്നൊക്കെയുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. Marthandavarma crushed the rebellions of the nobles, executing them or selling their families into slavery. അപ്പോൾ മാർത്താണ്ഡവർമ്മ ഈ എതിരാളികളൊക്കെ ഒരുവിധം കീഴടക്കിയിരുന്നു എന്നാണ് പറയുന്നത്. നോബിൾസ് എന്ന് പറഞ്ഞാൽ നാടുവാഴികൾ, അവരുടെ കലാപങ്ങളൊക്കെ അടിച്ചമർത്തി ഒന്നെങ്കിൽ അവരെ വധിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിനെ, അവരുടെ കുടുംബങ്ങളെ അടിമകളാക്കി വിൽക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. ഈ സിസ്റ്റമാറ്റിക്കലി ഡിസ്ട്രോയ് ദ പവർ ഓഫ് ദ ഓൾഡ് ഫ്യൂഡൽ ഓർഡർ. പഴയ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അധികാരം അദ്ദേഹം വ്യവസ്ഥാപിതമായിട്ട് ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. ഈ ഡിസിസീവ്ലി ഡിഫീറ്റഡ് ദ പവർഫുൾ ഡച്ച് ഇൻ ദ ബാറ്റിൽ ഓഫ് കുളച്ചാൽ in 1741, making a turning point that ended Dutch power in Kerala. 1741 കുളച്ചൽ യുദ്ധത്തിൽ ശക്തരായിട്ടുള്ള ഡച്ചുകാരെ അദ്ദേഹം നിർണായകമായിട്ട് പരാജയപ്പെടുത്തിയത്. 1749 ഇത് കേരളത്തിൽ ഡച്ച് ശക്തിയുടെ അന്ത്യം കുറിച്ച ഒരു വഴിത്തിരിവായിരുന്നു എന്നാണ് പറയുന്നത്. He used diplomacy and war to expand Travancore borders, absorbing smaller kingdoms. അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമസി, നയതന്ത്രവും
അതുപോലെ യുദ്ധമൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം ട്രാവൻകൂറിൻ്റെ അതിർത്തികൾ വികസിപ്പിക്കുകയും അതുപോലെ തന്നെ ചെറിയ രാജ്യങ്ങളെ തൻ്റെ അധീനതയിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. ദിസ് മെയ്ഡ് ട്രാവൻകൂർ എ പവർ ഇൻ ദ റീജിയൻ. ഇതൊക്കെ ട്രാവൻകൂറിനെ തൻ്റെ ആ ഒരു പ്രദേശത്തെ പ്രധാന ശക്തിയായിട്ട് മാറ്റി എന്നാണ് പറയുന്നത്. Later, to secure his position against threats like Hyder Ali of Mysore, Marthandavarma made a tactical alliance with the rising British East India Company. പിന്നീട് മാർത്താണ്ഡവർമ്മക്ക് മൈസൂരിലെ ഹൈദർ അലി ഒരു എതിരാളിയായിരുന്നു എന്നാണ് പറയുന്നത്. മൈസൂരിലെ ഹൈദർ അലി പോലുള്ളവരുടെ ഭീഷണികളിൽ നിന്നൊക്കെ തൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കാൻ മാർത്താണ്ഡവർമ്മ ശ്രമിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു തന്ത്രം ഉപയോഗിച്ചത്, അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒരു തന്ത്രപരമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. This was a necessary but ultimately risky move that gave the British a foothold. പക്ഷേ ഇത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാവശ്യമായിരുന്നെങ്കിലും പക്ഷേ ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ കേരളത്തിൽ അവരുടെ സ്വാധീനം നേടാൻ ഇടയാക്കിയിട്ടുള്ള ഒരു അപകടകരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു അതെന്നാണ് പറയുന്നത്. In a symbolic act, Marthandavarma dedicated his kingdom to the main temple deity Padmanabha Swami and ruled as a servant of the deity Sri Padmanabha Dasa. അതേ മാർത്താണ്ഡവർമ്മ ചെയ്തിട്ടുള്ള ഒരു സിംബോളിക് ആക്ട് എന്ന് പറയുന്നത്, അതായത് ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് കണക്കാക്കുന്നത് മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം പ്രധാന ക്ഷേത്രത്തിലെ ദേവന്, അതായത് പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയും ശ്രീ പത്മനാഭ ദാസനായിട്ട് ഭരണം നടത്തുകയും ചെയ്തു. അതൊരു സിംബോളിക് ആക്റ്റ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, the Zamris kingdom of Calicut was once dominant but began to decline in the 17th and 18th centuries, weakened by the Portuguese and Indian conflict, eventually losing its position as a major power. ഇനി പറയുന്നത്, കോഴിക്കോട്ടെ സാമൂതിരിയുടെ രാജ്യം ഒരു കാലത്ത് പ്രബലമായിരുന്നെങ്കിലും 17th-ലും 18th-ലൊക്കെ ആ ഒരു സെഞ്ച്വറീസിൽ പോർച്ചുഗീസുകാരുടെയും അതുപോലെ ആഭ്യന്തര കലഹങ്ങളുടെയും ഫലമായിട്ട് അത് ദുർബലമാവുകയൊക്കെ ചെയ്തു. ഒരു കാലത്ത് ഇത് അവരുടെ മാർത്താണ്ഡവർമ്മയുടെ അധീനതയിലായിരുന്നു. പക്ഷേ 17th-ഉം 18th സെഞ്ച്വറിയിലൊക്കെ ഇത് പോർച്ചുഗീസിൻ്റെ ആ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് മൂലം ഇത് ദുർബലപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നീട് ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. The invasion of Kerala by Hyder Ali and later his son Tipu Sultan of Mysore in the late 18th century caused great destruction and chaos across the region, though Travancore was largely able to defend itself. പിന്നീട് 18th century ആ ഒരു കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ മൈസൂരിലെ ഹൈദരലിയുടെയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താൻ്റെയും കേരളത്തിലേക്കുള്ള ആക്രമണം ഈ പ്രദേശത്തിൽ ഉടനീളം വലിയൊരു നാശനഷ്ടങ്ങൾക്ക് കാരണമായി, വലിയൊരു ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ കാരണമായി എന്നാണ് പറയുന്നത്. ഇതൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചാലും ട്രാവൻകൂറിന് ഒരു പരിധിവരെ സ്വയം പ്രതിരോധിക്കാൻ കഴിഞ്ഞു. ഈ ഒരു ഡിസ്ട്രക്ഷനിൽ നിന്നൊക്കെ ഒരു മോചനം നേടാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, the Nayars were the military aristocracy. They were respected as a gentry and were a powerful varied class who served the kings. നായന്മാർ അവർ സൈനിക പ്രഭുക്കന്മാരായിരുന്നു. അവർ കുലീനരായിട്ട് പരിഗണിക്കപ്പെടുകയും രാജാക്കന്മാരെ സേവിച്ച ശക്തരായിട്ടുള്ള യോദ്ധാക്കളായിരുന്നു ഈ ഒരു നായന്മാരെന്ന് പറയുന്നത്. They lived in a unique social system where they practiced polyandry, women having multiple partners, and followed a matrilineal system. Property and descent traced through the female line. അപ്പോൾ അവർ ജീവിച്ചിരുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഒരു സാമൂഹിക വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഈ പോളിയൻട്രി എന്ന് പറയുന്നത് ബഹുഭാര്യത്വം എന്നുള്ളതാണ്. അതായത് ഒന്നിലധികം പങ്കാളികളുള്ള സ്ത്രീകളുണ്ടായിരുന്നു ആ സമയത്ത് എന്നാണ് പറയുന്നത്. ഈ നായന്മാരിൽ അങ്ങനെ ഒരു സോഷ്യൽ സിസ്റ്റം ഉണ്ടായിരുന്നു. അതുപോലെ അതായത് മാട്രിനൽ വഴിയാണ് മാട്രിലീനിയൽ സിസ്റ്റം, അതായത് അമ്മ വഴിയാണ് അവരുടെ ആൻസസ്ട്രൽ പ്രോപ്പർട്ടീസൊക്കെ കൈമാറിയിരുന്നത്.
അതായത് സ്വത്തും പിന്തുടർച്ചാവകാശമൊക്കെ സ്ത്രീകളിലൂടെ ആണ് നിശ്ചയിച്ചിരുന്നത്, അതിലൂടെയാണ് പിന്തുടർന്നിരുന്നത് എന്നാണ് പറയുന്നത്. They had a strong sense of honor and were expected to fight and die for their lords. അവർക്ക് ശക്തമായിട്ടുള്ള ഒരു അഭിമാനബോധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തങ്ങളുടെ പ്രഭുക്കന്മാർക്ക് വേണ്ടി പോരാടാനും മരിക്കാനൊക്കെ അവർ തയ്യാറായിരുന്നു. Syrian Christians had a long history in Kerala, arriving as early as the 1st century CE. ഇനി പറയുന്നത് കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികൾക്ക് നീണ്ട ഒരു ചരിത്രമുണ്ട്. അവർക്ക് 1-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ കേരളത്തിലെത്തിയവരാണ്. They were respected traders and were integrated into the society, maintaining good relations with Hindu kings and nobles. അതായത് അവർ നല്ല റെസ്പെക്റ്റുള്ള കച്ചവടക്കാരായിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ ലയിച്ചു ചേർന്ന് ഹിന്ദു രാജാക്കന്മാരുമായിട്ടും പ്രഭുക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളുകളായിരുന്നു. They were different from the later Portuguese Catholic missionaries who had a strong religious zeal and often clashed with the established traditions. അവർ പോർച്ചുഗീസ് കാത്തലിക് മിഷണറീസുമായിട്ട് ഒരുപാട് വ്യത്യാസമുള്ള ആളുകളായിരുന്നു. അതായത് അവർക്ക് ഒരു ശക്തമായിട്ടുള്ള മതപരമായ തീക്ഷ്ണത ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ ഈ ഒരു പോർച്ചുഗീസ് കാത്തലിക് മിഷണറീസുമായിട്ട് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു. കേരള വാസ് എ കോസ്മോപൊളിറ്റൻ ഹബ് ഫോർ സെഞ്ചുറീസ്, ട്രേഡിംഗ് വിത്ത് ദ മിഡിൽ ഈസ്റ്റ്, ജ്യൂസ്, അറബ്സ് ആൻഡ് ലേറ്റർ യൂറോപ്പ്. ഇനി കേരളം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് ഒരു കോസ്മോപൊളിറ്റൻ കേന്ദ്രമായിരുന്നു കേരള എന്ന് പറയുന്നത്. അതായത് ജൂതന്മാർ, അറബികൾ, പിന്നീട് യൂറോപ്പുമായിട്ടുള്ള വ്യാപാരം ഒക്കെ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഫോറിൻ ട്രേഡേഴ്സ് വർ ജനറലി വെൽക്ംഡ് ആൻഡ് അലൗഡ് ടു പ്രാക്ടീസ് ദെയർ റിലിജൻസ്, കോൺട്രിബ്യൂട്ട് ടു ദ സ്റ്റേറ്റ്സ് പ്രോസ്പെരിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. ഫോറിൻ ട്രേഡേഴ്സിനെ എപ്പോഴും വിദേശ വ്യാപാരികളെ പൊതുവെ സ്വാഗതം ചെയ്യുന്ന ഒരു രാജ്യമാണ് കേരളം. അവരുടെ മതങ്ങൾ ഇവിടെ നിലനിർത്താനും അതായത് മതങ്ങൾ ആചരിക്കാനും ഒക്കെ അലൗ ചെയ്യുന്ന അനുവദിക്കുന്ന ഒരു രാജ്യമാണ് കേരളം. ഇതൊക്കെ ഈ ഒരു ഫോറിനേഴ്സിൻ്റെ ഈ ഒരു വരവ് രാജ്യത്തിൻ്റെ സമൃദ്ധിയിലും വൈവിധ്യത്തിലൊക്കെ വലിയ സംഭാവനകൾ പ്രോസ്പെരിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഒക്കെ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.